പ്രവേശിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും സർപ്പത്തെപ്പോലെ വിവേകമുള്ളവരും ആയിരിക്കണം. അത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി യേശുക്രിസ്തു ഉപയോഗിച്ചൊരു പഴഞ്ചൊല്ലാണ്. പ്രാവ്, സർപ്പം അങ്ങനെയുള്ള രണ്ട് ജീവികളെക്കുറിച്ച് പറയുക എന്നതിനേക്കാൾ കൂടുതൽ പഴഞ്ചൊല്ലിൻ്റെ ഉദ്ദേശം അതിൻ്റെ പ്രധാനപ്പെട്ട ആശയമാണ്. നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും നമുക്ക് സ്നേഹം വേണം, കരുണ വേണം. സ്നേഹവും കരുണയും ഉള്ള പ്രവൃത്തികൾ ചെയ്യേണ്ടത് വിവേകപൂർവം വേണം. അപ്പോൾ നിങ്ങൾ നിഷ്കളങ്കതയുള്ളവരായിരിക്കണം, സ്നേഹമുള്ളവരായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വിവേകവും വേണം. വിവേകമില്ല എങ്കിൽ സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രവൃത്തികൾ വഴി ധാരാളം ഉപദ്രവം നമുക്കും നമ്മുടെ കുടുംബത്തിനും മറ്റുള്ളവർക്കും ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ശുദ്ധൻ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും, ശുദ്ധൻ ഭോഷൻ്റെ പ്രയോജനം ചെയ്യും എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞ അർത്ഥം, അയാൾ ആത്മാർത്ഥമായി ചെയ്ത കാര്യമാണ്, നിഷ്കളങ്കമായി ചെയ്ത കാര്യമാണ്, പക്ഷേ അത് കുടുംബത്തിനൊക്കെ ഒത്തിരി